ഒരു പേജ് എടുത്തിട്ട് ആ ഒരു പേജിലെ വിജ്ഞാനം തനിയെ ആരും എഴുതാതെ തനിയെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വേണ്ട. ഒരു വരിയെടുത്ത് നമ്മൾ പറയാണ്, ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അവിടെ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു, ഒരു പൂച്ച അതിലൂടെ അതിൻ്റെ കീബോർഡിലൂടെ ഓടിപ്പോയി, ആ പൂച്ച ഓടിപ്പോയപ്പോൾ ഒരു വരി ടൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നല്ല ഒരു വിജ്ഞാനമടങ്ങുന്ന ഒരു വരി നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കോ? ഇല്ല. യാദൃശ്ചികമായി അങ്ങനെ വിജ്ഞാനം ഉണ്ടാവുകയില്ല എന്നുള്ളത് മനുഷ്യന്റെ യുക്തിയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വരി പോലും വിജ്ഞാനം തനിയെ ഉണ്ടാവുകയില്ല എന്നത് മനുഷ്യന്റെ സാമാന്യ യുക്തിയാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചവും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളും അത് കൂടിച്ചേർന്നിട്ടുള്ള കലകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരവുമെല്ലാം ആരും അതിന് പിന്നിൽ പ്രവർത്തിക്കാനില്ലാതെ തനിയെ ഉണ്ടായതാണ്, യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുക? അങ്ങനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അത്രമേൽ അന്ധവിശ്വാസിയായിരിക്കണം അവൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിരീശ്വരവാദത്തെക്കുറിച്ച് വലിയ പ്രസംഗം നടത്താൻ വേണ്ടിയല്ല. ഇത്രമേൽ വലിയ അന്ധവിശ്വാസം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും? ഇതൊക്കെ തനിയുണ്ടായി. ഈ സൂക്ഷ്മ പ്രപഞ്ചവും സ്ഥൂല പ്രപഞ്ചവും ഈ വ്യവസ്ഥാപിതമായ പ്രപഞ്ചങ്ങളും എല്ലാം തനിയെ ഉണ്ടായതാണെന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റില്ല, പ്രയാസമാണ്.